ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഭയങ്കര കോൺട്രവേഴ്സി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യമാണ് ദിയ കൃഷ്ണയുടെ മോൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ സമയത്ത് ഉണ്ടായ കുറേ ഇഷ്യൂസ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വേറെ ഒന്നുമല്ല, അവരുടെ ബ്ലോഗിൽ അവർ ഓൾറെഡി പറയുന്നുണ്ട് അവർക്ക് ഈ ഒരു ബർത്ത്ഡേ പാർട്ടീനെ കുറിച്ച് യാതൊരു അറിവില്ല, സർപ്രൈസ് ആയിരുന്നു. ഇത് ദിയയുടെ വീട്ടുകാർ ഓമിക്ക് കൊടുക്കുന്ന ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ പാർട്ടിയാണ്. അതിൽ ദിയയുടെ ഫാമിലീസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ആ ഒരു ബ്ലോഗ് കണ്ടാൽ തന്നെ മനസ്സിലാകും വേറെ ആരുമില്ല. കാരണം അവരുടെ മറ്റുള്ള ബ്ലോഗൊക്കെ നമുക്ക് കാണുമ്പോഴേക്കും ഒന്നില്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ വേറെ റിലേറ്റീവ്സ്, അശ്വിൻ്റെ വീട്ടുകാരൊക്കെ ഉണ്ട്. ഇത് ആരും ഉണ്ടായിരുന്നില്ല, അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറേ ക്യാമറ ഹാൻഡിൽസ് ചെയ്യണം, അവർ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ തികച്ചും പ്രൈവറ്റായിട്ട് സർപ്രൈസായിട്ട് ഒരു ശരിക്കും അവരുടെ ബ്ലോഗ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായി അവർ ഓരോ ഇതും എടുക്കുന്നത്, എസ്പെഷ്യലി അഹാനയൊക്കെ വീഡിയോ എടുക്കുന്നത് അവരൊരു മെമ്മറീസ് സൂക്ഷിക്കുന്നതിന് വേണ്ടി. അവർക്ക് ഇതൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് അവരെപ്പോഴും പറയാറുണ്ട്, കുറച്ച് നാൾ ഇതൊക്കെ കാണുന്നതിന് വേണ്ടിയാണ് അവർ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബർത്ത്ഡേ പാർട്ടി അല്ലെങ്കിൽ ഗ്രാൻഡായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ നമ്മുടെ പിള്ളേരുടെയൊക്കെ ബർത്ത്ഡേ ഗ്രാൻഡായിട്ടൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. പക്ഷേ അവർക്ക് അങ്ങനെയൊന്നും ഗ്രാൻഡായിട്ട് ആഘോഷിക്കാൻ അവർക്ക് ആഗ്രഹമില്ല. അങ്ങനെ അവർക്കൊരു ബർത്ത്ഡേ പാർട്ടി നടത്താൻ ആഗ്രഹം ഉണ്ടായിരുന്നു, അവർ ഡെഫിനറ്റായിട്ട് അവരെല്ലാവരെയും വിളിച്ച് അവർക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് നല്ല ഗ്രാൻഡായിട്ട് നടത്തി. അവർക്ക് അങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി മണി സ്പെൻഡ് ചെയ്യാനോ അവർക്ക് താല്പര്യമില്ല. ഇത് ബർത്ത്ഡേക്ക് ഓമിക്ക് കൊടുക്കുന്ന ഗിഫ്റ്റാണ് ഈ സർപ്രൈസ് ആയിട്ടുള്ളത്. അതിൽ നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും അവർ ഓമീനെ എത്ര അധികം കെയർ ചെയ്യുന്നുണ്ടെന്നൊക്കെ മനസ്സിലാകും. പക്ഷേ നമ്മൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം ഒരുപാട് യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിലും റിയാക്ട് ചെയ്യണുണ്ട്. അശ്വിൻ്റെ വീട്ടുകാരെ വിളിക്കുന്നില്ല, അശ്വിനെ അവരൊരു അകറ്റിയാണ് നിർത്തിയിരിക്കുന്നത്, അശ്വിനൊരു വേസ്റ്റ്, അങ്ങനത്തെ രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. പക്ഷേ ദിയയുടെ ബ്ലോഗ് കാണുന്ന ആർക്കും അങ്ങനെ ഒരു തോന്നലുണ്ടാവില്ല. കാരണം അശ്വിനും ദിയയും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്കതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അശ്വിൻ കൊടുക്കുന്ന ഒരു ലവ് ഇതൊക്കെ നമുക്ക് അതിനകത്ത് മനസ്സിലാവും. അതുകൊണ്ട് ആ ബ്ലോഗ് കണ്ടവർക്ക് ആർക്കും അങ്ങനെ ഒരു ഇതായിട്ട് തോന്നത്തില്ല. അതേപോലെ തന്നെ അടുത്ത കോൺട്രവേഴ്സിയാണ് അപ്പച്ചീനെ ഫോട്ടോയിൽ നിന്ന് മാറ്റി വെച്ചതെന്നുള്ളത്. അപ്പച്ചി എന്നൊന്ന് പറയുന്നത് കൃഷ്ണകുമാർ സാറിൻ്റെ ഡിസ്റ്റൻ്റ് റിലേറ്റീവ് എന്താണ്ടുമാണ്. അപ്പോൾ നമ്മൾ അവരെ മാറ്റി നിർത്തിയത് നമുക്ക് ബ്ലോഗിൽ തോന്നാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കുമ്പോഴേക്കും ഇപ്പം നമ്മുടെ ഫാമിലി ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മുടെ ഫാമിലിയിലെല്ലാം കൂടെ ചേർത്ത് വെക്കും. കാരണം നമ്മളിത് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അപ്പച്ചിയുടെ ഫോട്ടോ അങ്ങനെ അവരങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും പബ്ലിഷ് ചെയ്യാറില്ല. ബ്ലോഗിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ കാണിച്ചെന്നേ ഉണ്ടാവുള്ളൂ. മേ ബി അവർക്ക് താല്പര്യമില്ലായിരിക്കും, അല്ലെങ്കിൽ അപ്പച്ചിക്ക് താല്പര്യമില്ലായിരിക്കും. അതുകൊണ്ടാണ് അവർ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയാണ് മാറ്റി നിർത്തിയത്. അതായത് അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാണെന്നുണ്ടെങ്കിൽ അവർ ആ ഫംഗ്ഷന് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ അവർക്ക്. സോ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ മനഃപൂർവ്വം ഒഴിവാക്കാൻ വേണ്ടി ഒരിക്കലും ചെയ്തതല്ല, അവർ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടി മാറ്റി നിർത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ വലിയ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പറയണ പോലെ അത്ര വലിയ ഇഷ്യൂസൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ.